ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമ്മുടെ സുവോളജിയിലെ 4th ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാൻ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ടോപ്പിക്സ് എന്തൊക്കെ ടോപ്പിക്സ് ആണെന്ന് ചോദിച്ചാൽ, സ്ട്രക്ചർ ഓഫ് DNA, 2 റെപ്ലിക്കേഷൻ ഓഫ് DNA, ട്രാൻസ്ക്രിപ്ഷൻ, genetic code, translation, regulation of gene expression, human genome project and DNA fingerprinting. ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിൽ ചില നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ 1-2 കാര്യങ്ങളുണ്ട്. സ്ട്രക്ചർ ഓഫ് DNA, റെപ്ലിക്കേഷൻ ഓഫ് DNA, അതുപോലെ തന്നെ DNA ഫിംഗർ പ്രിൻറ്റിങ് പോലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇത്തിരി വലിയ ഒരു ചാപ്റ്ററാണിത്. ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് സ്ട്രക്ചർ ഓഫ് DNA കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം DNAയുടെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞിരുന്നു, പഠിച്ചിട്ടുമുണ്ട് സ്ട്രക്ചറൊക്കെ. അത് തന്നെയാണ് ഈ വീഡിയോയിൽ ഒന്നുകൂടി ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ ബോഡിയിലുള്ള ഓരോ ലിവിങ് സിസ്റ്റത്തിലും 2 ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡുകളുണ്ട്, അല്ലേ? ന്യൂക്ലിക് ആസിഡ്സ്, 2 ടൈപ്സ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ഫൗണ്ട് ഇൻ ലിവിങ് സിസ്റ്റം. ഏതൊക്കെയാണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഓർ DNA ആൻഡ് റൈബോ ന്യൂക്ലിക് ആസിഡ് ഓർ RNA, അല്ലേ? ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. DNA is the genetic material in most of the organism. RNA is the genetic material in some virus. നമുക്കറിയാവുന്ന കാര്യം. നമ്മൾ കൂടുതലും ജീവജാലങ്ങളിൽ നമുക്ക് കാണപ്പെടുന്ന ജനിതക മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. അതേസമയം വൈറസുകളിലാണെങ്കിൽ RNA ആണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി DNAയുടെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതുമാണ്. അപ്പോൾ DNA എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് പോളിമർ ഓഫ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നുള്ളത് ആണ് DNA എന്ന് പറയുന്നത്, അല്ലേ? ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ചേർന്നതാണ്. ഇറ്റ്സ് എ ലോങ് പോളിമർ ഓഫ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടാണ്, കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചതാണ്. എന്താണ് ന്യൂക്ലിയോടൈഡ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതാണ് DNAയുടെ ഒരു സ്ട്രാൻഡ് കാണിച്ചേക്കാണ്. നമുക്കറിയാം DNA ഇസ് എ ഡബിൾ സ്ട്രാൻഡഡ് ഹെലിക്സ്, അല്ലേ? അപ്പം ഓരോന്നായിട്ട് എന്താണ് DNAയുടെ സ്ട്രക്ചർ, എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇത് ഓരോന്നും ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഇതിൻ്റെ ഒരു സ്ട്രാൻഡാണ് ഈ കാണിച്ചിരിക്കുന്നത്, അല്ലേ? ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡിൻ്റെ ലോങ് പോളിമറാണിത്. ഇതിൽ ഒരു പോളിമറും കൂടി ഈ ഭാഗത്ത് വരും. അപ്പോൾ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നെക്സ്റ്റ്, ലെങ്ത് ഓഫ് DNA. The length of DNA is usually defined as the number of nucleotides present in it. ഒരു DNAയുടെ നീളം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. അതിൻ്റെ അത് എത്ര ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിലാണ്. ഇപ്പോൾ നമ്മൾ DNAയുടെ സ്ട്രക്ചർ ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച കാര്യമാണ്. ഇറ്റ്സ് ഡബിൾ സ്ട്രാൻഡഡ്, അല്ലേ? ന്യൂക്ലിയോടൈഡ്സ് ഇരിക്കുകയാണ്, കണ്ടോ? ഇതാണ് ഒരു ഇത്രയും ഭാഗമാണ് ഒരു ന്യൂക്ലിയോടൈഡ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഷുഗറുണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. താഴോട്ട് വരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം, ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡ്, ഇത് വേറൊരു ന്യൂക്ലിയോടൈഡ്, ഇങ്ങനെ പല ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് ഒരു സ്ട്രാൻഡ് നിർമ്മിച്ചത്. അതേപോലെ തന്നെ ഇവിടെയും ഒരു സ്ട്രാൻഡ് നിർമ്മിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ സ്ട്രാൻഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ എന്തുണ്ട്? നൈട്രജൻ ബേസുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡിനിൻ എപ്പോഴും പെയർ വിത്ത് തൈമിൻ, തൈമിൻ പെയർ വിത്ത് അഡിനിൻ, അതുപോലെ ഗ്വാനിൻ പെയർ വിത്ത് സൈറ്റോസിൻ ആൻഡ് സൈറ്റോസിൻ പെയർ വിത്ത് ഗ്വാനിൻ, അല്ലേ? അപ്പോൾ ഇത്രയും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ദ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജീവിയുടെ സ്വഭാവം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിൻ്റെ ക്യാരക്ടർ പറയുന്നത് അതിൻ്റെ എത്ര ന്യൂക്ലിയോടൈഡ് പെയറുകളുണ്ട്. ഇതാണ് ഒരു പെയർ, ഒരു ജോഡി. ഇതൊരു ന്യൂക്ലിയോടൈഡ്, ഇതൊരു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കലത്തെ ഈ ബേസ് പെയറിങ്ങിനെയാണ് നമ്മൾ ഒരു ബേസ് പെയർ എന്ന് പറയുന്നത്. ബേസ് പെയർ, ബേസ് പെയേഴ്സാണ്.
it's the length of DNA എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് is also represented as a pair of nucleotide referred to as a base pair. ഒരു ബേസ് പെയർ ആയിട്ട് നമുക്ക് എണ്ണാം. അപ്പോൾ ഇതൊരെണ്ണം, രണ്ടെണ്ണം, മൂന്നെണ്ണം എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് ഒരു പെയർ, ഇത് 2 പെയർ, ഇത് 3 പെയർ, ഇത് 4 പെയർ, അങ്ങനെ എണ്ണിയിട്ടാണ് നമ്മൾ ലെങ്ത് പറയുന്നത്. ഇനി അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് പലതരം ഓർഗാനിസത്തിലുള്ള എത്രത്തോളം ഈ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട് എന്നുള്ളതിന്, നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് എത്ര ഉണ്ടെന്നുള്ളതിന് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞേക്കാം. നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ്. ഇത് ബാക്ടീരിയോഫേജ്, സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു പിന്നെ RNA ഉള്ള ഒരു വൈറസാണ്. അത് ഇറ്റ് ഹാസ് 5386 ന്യൂക്ലിയോടൈഡ്സ്. അതിനാണെങ്കിൽ ഇത്രത്തോളം ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. അതുപോലെ വേറൊരു ബാക്ടീരിയോഫേജാണ് ലാംഡ എന്ന് പറയും. അതിന് എത്രയുണ്ട്? 48,502 ബേസ് പെയർസ് ഉണ്ട്. എസ്റ്ററീഷ്യ കോളൈ ആണ് നമ്മൾ കോളൈ എന്ന് പറയുന്നത്. കോളൈയിൽ പറയുന്നത് 4.6 × 10⁻⁶ ബേസ് പെയറുകളുണ്ട്. അതേസമയം ഹ്യൂമൻ ബീയിങ്ങിലെ ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പകുതി, 23 ക്രോമസോംസിലുള്ള നമ്പേഴ്സാണ് പറയുന്നത്. ഇറ്റ് ഹാസ് 3.3 × 10⁻⁹ ബേസ് പെയർ. ഇത് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അതിൽ ഇത് രണ്ടും ശ്രദ്ധിച്ചിരിക്കുക, ചിലപ്പം വല്ല പരീക്ഷയ്ക്ക് ചോദിക്കാം വേണമെങ്കിൽ. എസ്റ്ററീഷ്യ കോളയുടെ ആണെങ്കിൽ, കോളയുടെ ആണെങ്കിൽ 4.6 × 10⁻⁶ ബേസ് പെയർ. ഹ്യൂമൻ്റെ ആണെങ്കിൽ ഹാപ്ലോയിഡ് നമ്പറാണ് പറയുന്നത്, 3.3 × 10⁻⁹. ഇത് ഡിപ്ലോയിഡിൽ പറയുമ്പോൾ നമ്മൾ 6.6 × 10⁻⁹ ബേസ് പെയർ എന്നാണ് പറയുന്നത്. അത് നമുക്ക് വഴിയെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇനി എന്താണ് ഒരു ന്യൂക്ലിയോടൈഡ്? നമുക്കറിയാം, ഒരു DNA ആയാലും RNA ആയാലും ഇറ്റ്സ് എ പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ആ ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇറ്റ് ഹാസ് 3 കമ്പോണൻസ്. കണ്ടോ? ഒന്ന് ഒരു നൈട്രജൻ ബേസ് ആയിരിക്കും, പിന്നെ 2 പെൻറ്റോസ് ഷുഗർ ആയിരിക്കും, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കാണും അല്ലേ. അതിൽ നൈട്രജൻ ബേസ് ആണ് നമ്മൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ എന്നൊക്കെ പറയുന്ന നൈട്രജൻ ബേസുകൾ. അതിൽ നമുക്കറിയാം DNA-യിലുള്ളത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അതേസമയം RNA-യിൽ വരുമ്പോൾ അഡിനിൻ, തൈമിൻ ഉണ്ടോ? ഇല്ല അല്ലേ. തൈമിന് പകരം യുറാസിലാണുള്ളത്. അപ്പോൾ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിനിൻ, RNA. അപ്പോൾ അങ്ങനെ 4 തരത്തിലെ നൈട്രജൻ ബേസുകളാണ് ഒരു ന്യൂക്ലിയോടൈഡിൽ കാണുന്നത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ഇൻ DNA, അഡിനിൻ, യുറാസിൽ, സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ ഇൻ RNA. ഇനി പെൻറ്റോസ് ഷുഗറിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെൻറ്റോസ് ഷുഗർ എന്ന് പറയും ഷുഗറാണ് അല്ലേ. അത് 2 ടൈപ്പ് ഷുഗേഴ്സ് ഉണ്ട്. പെൻറ്റോസ് എന്ന് പറഞ്ഞാൽ 5 കാർബണാറ്റം ഉള്ള ഷുഗറിനെയാണ് നമ്മൾ പെൻറ്റോസ് ഷുഗർ എന്ന് പറയും. ആ ഷുഗർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. റൈബോസ് ഷുഗറും ഉണ്ട്, ഡിയോക്സി റൈബോസ് ഷുഗർ. അത് നമുക്കറിയാം. റൈബോസ് ഷുഗർ ഈസ് സീൻ ഇൻ RNA ആൻഡ് ഡിയോക്സി റൈബോസ് ഷുഗർ ഈസ് സീൻ ഇൻ DNA. പിന്നെ നമുക്കറിയാം ന്യൂക്ലിയോടൈഡിൻ്റെ അകത്തൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, P എന്ന് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇത് ഷുഗർ, ഇത് റൈബോസോ ഡിയോക്സി റൈബോസോ ഷുഗർ വരാം, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ ഇത്രയും പോർഷനെയാണ് നമ്മളൊരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇതിലെ അനേകം ന്യൂക്ലിയോടൈഡ്സ് ചേർന്നിട്ടാണ് ഒരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാകുന്നത്. പോളി മീൻസ് മെനി, ഒത്തിരി ന്യൂക്ലിയോടൈഡ്സ് ഉള്ള ഒരു ചെയിൻ. അതാണ് RNA-യോ DNA ആയിട്ട് നമ്മൾ പറയപ്പെടുന്നത്. ഇനി there are 2 types of nitrogen bases. നേരത്തെ നമ്മൾ പറഞ്ഞ അഡിനിൻ, ഗ്വാനിൻ എന്ന് പറഞ്ഞു അല്ലേ. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് the nitrogen bases are of 2 types, purines and pyrimidines അല്ലേ. പ്യൂരിൻസ് എന്ന് പറയുന്നത് അഡിനിനും ഗ്വാനിനും വരും. അഡിനിൻ, ഗ്വാനിൻ ആർ പ്യൂരിൻസ് ആൻഡ് പൈരമിഡിൻസ് ആർ സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ. അങ്ങനെ 3 എണ്ണം. ഇതിൽ നമുക്കറിയാം യുറാസിൽ is seen in RNA. അതറിയാമല്ലോ, പ്യൂരിനും പൈരമിഡിൻസും. നെക്സ്റ്റ്
നമ്മൾ ഇതും പഠിച്ചതാണ് കഴിഞ്ഞ വർഷം. ന്യൂക്ലിയോസൈഡ്, എങ്ങനെയാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നതെന്ന് പറയാം. ഒരു നൈട്രജൻ ബേസ് ഈസ് ലിങ്ക്ഡ് ടു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ത്രൂ എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ടു ഫോം ദ ന്യൂക്ലിയോസൈഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഒരു നൈട്രജൻ ബേസ് ഒരു പെൻഡോ ഷുഗറുമായിട്ട് ചേരുമ്പോൾ എന്തുണ്ടാകും? ന്യൂക്ലിയോസൈഡ് ഉണ്ടാകും. അപ്പോൾ നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ ഗീവ്സ് ന്യൂക്ലിയോസൈഡ്. അപ്പോൾ ന്യൂക്ലിയോസൈഡിൻ്റെ പടമാണ് ഇവിടെ കാണിച്ചത്. ഇതൊരു പെൻഡോ ഷുഗർ, 5 കാർബൺ ആറ്റമുള്ള ഷുഗറാണ്. ഈ 5 കാർബൺ ആറ്റമുള്ള ഷുഗറിൻ്റെ കൂടെ ഒരു നൈട്രജൻ ബേസ് വന്നിരിക്കുകയാണ്. കണ്ടോ, അഡിനിൻ വന്നിരിക്കുകയാണ്. അത് കാണിക്കുന്ന ഒരു പടമാണ് ഇത്. അപ്പോൾ ഇത് അഡിനിൻ, ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ്. അഡിനിൻ്റെ കൂടെ റൈബോസ്. അഡിനിൻ മീൻസ് എ നൈട്രജൻ ബേസ് ആൻഡ് റൈബോസ് ഇസ് ദ പെൻഡോ ഷുഗർ ഫോംസ് അഡിനോസിൻ. അല്ലേ, അഡിനോസിൻ്റെ പടമാണ് കാണിച്ചത്. ഇനി അഡിനിൻ ഡിയോക്സി റൈബോസുമായിട്ട് ചേരുകയാണെങ്കിൽ ഇറ്റ് ഫോംസ് ഡിയോക്സി അഡിനോസിൻ. അവിടെ നമ്മൾ ഏത് ഷുഗറാണ് ചേരുന്നത് അനുസരിച്ചാണ് ആ പേര് ഇവിടെ വരുന്നത്. അഡിനിൻ റൈബോസുമായിട്ട് ചേരുമ്പോൾ അഡിനോസിൻ എന്നും, അഡിനിൻ ഡിയോക്സി റൈബോസുമായിട്ട് ചേരുമ്പോൾ ഡിയോക്സി അഡിനോസിൻ എന്നും പറയും. ഇനി നമുക്കറിയാം ന്യൂക്ലിയോടൈഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഒരു ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുമ്പോഴാണ്. ഇതിപ്പോൾ ന്യൂക്ലിയോസൈഡ്സ്, പല ന്യൂക്ലിയോസൈഡ്സിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞേക്കാണ്. അഡിനിൻ പ്ലസ് റൈബോസ് ഗീവ്സ് അഡിനോസിൻ, അഡിനിൻ പ്ലസ് ഡിയോക്സി റൈബോസ് ഗീവ്സ് ഡിയോക്സി അഡിനോസിൻ, അങ്ങനെയൊക്കെയാണ് ഓരോന്നായിട്ടും പറഞ്ഞേക്കാണ്. അതൊന്നും നമുക്ക് പരീക്ഷയ്ക്കായിട്ടൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവുക. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സൈറ്റോസിൻ പ്ലസ് റൈബോസ് ഗീവ്സ് സൈറ്റിഡിൻ, സൈറ്റോസിൻ പ്ലസ് ഡിയോക്സി റൈബോസ് ഗീവ്സ് ഡിയോക്സി സൈറ്റിഡിൻ, അങ്ങനെ ഓരോന്നായിട്ട് പറയുകയാണ്. ഇനി എന്താണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ? ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഫോസ്ഫേറ്റും കൂടെ ആഡ് ചെയ്താൽ മതി. അല്ലേ, എന്തായിരുന്നു ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്? ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ്. അല്ലേ, അതാണ് ഇവിടെ പടം കാണിച്ചിരിക്കുന്നത്. ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ പിക്ചറിൽ കണ്ടത്. അല്ലേ, ഒരു ഷുഗറും ഒരു നൈട്രജൻ ബേസും. കണ്ടോ, ഇവിടെ ഒരു ഷുഗറും, ഇത് പ്യൂരിൻ, ഇത് പൈരമിഡിൻ. അത് കാണിക്കാനാണ് ഇങ്ങനെ ഡബിൾ റിങ്ഡ് സ്ട്രക്ചർ ഉള്ളതുണ്ട്, സിംഗിൾ റിങ്ഡ് സ്ട്രക്ചറുള്ള പ്യൂരിൻസും പൈരമിഡിൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഷുഗറിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസ്. അല്ലേ, ഇനി ഈ ഷുഗറിനെ തമ്മിൽ കൂടെ ഇപ്പുറത്തെ സൈഡിൽ കണക്ട് ചെയ്യാൻ ആരുണ്ട്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്, ഇത്രയും ഭാഗം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഫോസ്ഫേറ്റും കൂടെ ആഡ് ചെയ്യുമ്പം എന്ത് വരും? ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ഇതൊരു ന്യൂക്ലിയോടൈഡാണ്. ഇതിലെ അനേകം യൂണിറ്റ്സ് ചേർന്നാണ് DNA അല്ലെങ്കിൽ RNA ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ന്യൂക്ലിയോടൈഡ്. കണ്ടോ, ഈ ഫോസ്ഫേറ്റ്, ഷുഗർ, ഒരു നൈട്രജൻ ബേസ്. ഇനി ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവയെല്ലാം തമ്മിൽ കണക്ട് ചെയ്യാൻ ബോണ്ടുകളുണ്ടെന്ന് പറഞ്ഞു. അല്ലേ, ഷുഗർ നമ്മൾ പഠിച്ചു, ഇപ്പോൾ പറഞ്ഞതാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഷുഗർ നൈട്രജൻ ബേസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഭാഗത്താണ് N ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് ആർ കണക്റ്റഡ് വിത്ത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അതുപോലെ ഇപ്പുറത്ത് നോക്കിയേ, ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ്. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. അല്ലേ, അപ്പോൾ ഇവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു രണ്ടും കൂടി ചേരുമ്പോൾ നമ്മൾ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടുകൾ എന്നാണ് പറയുന്നത്. ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടുകൾ. ഫോസ്ഫേറ്റുമായിട്ട് ഷുഗർ കമ്പൈൻ വിത്ത് ഫോസ്ഫേറ്റ് ടു ഫോം ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. അങ്ങനെയാണ് അവർ കണക്ട് ചെയ്യുന്നത്. ഈ ബോണ്ടിനെ നമ്മൾ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയും. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് പറഞ്ഞാൽ, ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ഈസ് ന്യൂക്ലിയോടൈഡ്. അതും ആ ഇക്വേഷനും എഴുതി നിങ്ങൾ വെക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത്, ആദ്യം എങ്ങനെയായിരുന്നു പറഞ്ഞേ? ആദ്യം ഈ ഇക്വേഷൻ, നൈട്രജൻ ബേസ് പ്ലസ് പെൻഡോ ഷുഗർ ഗീവ്സ് ന്യൂക്ലിയോസൈഡ്. ഇനി ഈ ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? കണ്ടോ, ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ഗീവ്സ് ന്യൂക്ലിയോടൈഡ്. ഇത്രയാണ്. ഇനി ഇത് ന്യൂക്ലിയോടൈഡ്സിന് ഉദാഹരണം പറഞ്ഞേക്കാണ്. ന്യൂക്ലിയോടൈഡ് നോക്കിയാൽ ഒരു ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് കിട്ടും. ഓരോ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അഡിനോസിൻ ഇസ് എ ന്യൂക്ലിയോസൈഡ് ആഡഡ് വിത്ത് ഫോസ്ഫേറ്റ് ഗീവ്സ് അഡിനിലിക് ആസിഡ്. ഒരു ന്യൂക്ലിയോടൈഡ് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് ആസിഡ് എന്നൂടെയുള്ള വാക്ക് അവിടെ വരും. കാരണം ഫോസ്ഫോറിക് ആസിഡ്, ഈ
DNA-ക്കകത്തായാലും RNA-ക്കകത്തായാലും ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഗ്രൂപ്പിനെ നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആസിഡ് എന്നുള്ള വാക്ക് വരുന്നത്. അഡിനിലിക് ആസിഡ് എന്നാണ് പറയുന്നത്. അതുപോലെ ഡിയോക്സി അഡിനോസിൻ പ്ലസ് ഫോസ്ഫേറ്റ് ഗീവ്സ് ഡിയോക്സി അഡിനിലിക് ആസിഡ് എന്ന് പറയും. ഇതൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ചേർക്കുമ്പോൾ ന്യൂക്ലിയോടൈഡ് എന്നുള്ളത് മാത്രം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇവിടെ ആ ബോണ്ടുകളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്, അതിപ്പോൾ ഞാൻ പറഞ്ഞതാണ്. 2 ന്യൂക്ലിയോടൈഡ്സ് are linked through 3'5' phosphodiester linkage to form the dinucleotide. കണ്ടോ, ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡ്, ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡ്. ഈ 2 ന്യൂക്ലിയോടൈഡ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇവിടെ ഒരു ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജും ഇവിടെ ഒരു ഫോസ്ഫേറ്റുമായിട്ട്. കണ്ടോ, ഈ ഷുഗറിൻ്റെ ഈ കാർബൺ ആറ്റത്തിലും ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഈ കാർബൺ ആറ്റത്തിലും അറ്റാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം ഓർക്കുന്നുണ്ടോ, ഇത് 5 കാർബൺ ആറ്റം ഷുഗറാണ് അല്ലേ. ഇവിടെയാണ് ഫസ്റ്റ് കാർബൺ വരുന്നത്, സെക്കൻഡ് കാർബൺ ഇവിടെ, തേർഡ് കാർബൺ ഇവിടെ, ഫോർത്ത് കാർബൺ ഇവിടെ, ഫിഫ്ത്ത് കാർബൺ. അപ്പോൾ ഇവിടെ തേർഡ് കാർബണിലും ഒരു ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഫിഫ്ത്ത് കാർബണിലും ഒരു ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, 3' ഫോസ്ഫോഎസ്റ്റർ ലിങ്കേജ്, ഇവിടെ 5' ഫോസ്ഫോഎസ്റ്റർ ലിങ്കേജ്. രണ്ടും കൂടെ ആകുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എങ്ങനെ പറയും, ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് അല്ലെ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് എന്ന് പറയും. ആ ബോണ്ട് മാത്രം പറയാനാണ് ഇതെടുത്ത് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത് DNA-യുടെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ. എ പോളിമർ ഫോംഡ്, ഇവിടെ നോക്കിയേ, ഇത് സ്ട്രക്ചർ പറയുന്നത് ഇതൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ, ആൻഡ് ഇത് ഓപ്പോസിറ്റ് സൈഡിൽ അല്ലേ. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, ഒരെണ്ണം ഇങ്ങോട്ട്, ഇവിടുന്ന് നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഇത് ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ, ആൻറ്റി പാരലൽ ആണ് പറയുന്നത് അല്ലേ. ഇത് ഒരു സ്ട്രാൻഡ് ഈസ് ആൻറ്റി പാരലൽ ടു ദ അനദർ സ്ട്രാൻഡ്, മറ്റേ സ്ട്രാൻഡുമായിട്ട് ആൻറ്റി പാരലൽ. ഒന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് 5' എൻഡ് എന്ന് പറയുന്നു, ഇതിൻ്റെ ഒരു മറ്റേ എൻഡ് 3' എൻഡ് എന്ന് പറയുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ നമ്പർ ഓഫ് കാർബൺ ആറ്റം, ഈ ഷുഗറിൻ്റെ കാർബൺ ആറ്റം എവിടെയാണ് ഈ ഫോസ്ഫേറ്റിനെ അറ്റാച്ച് ചെയ്യുന്നത് അല്ലേ. ഇവിടെ നോക്കിയേ, 1 2 3 4 5, ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിലാണ് ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഈ എൻഡിനെ 5' എൻഡ് എന്ന് പറയും. ഇനി ഇവിടെ നോക്കിയേ, 1, ഇവിടെയാണ് നമ്മൾ 1 കൊടുക്കുന്നത്, 1 2 3 4 5 അല്ലേ. അപ്പോൾ ഇത് ഏത് കാർബൺ ആറ്റമാണ് ഇവിടെ വരുന്നത്, ഈ OH ഗ്രൂപ്പ് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് തേർഡ് എൻഡാണ്. 1 ഇവിടെ, 1 കാർബൺ ആറ്റം ഇവിടെ, സെക്കൻഡ് കാർബൺ ആറ്റം ഇവിടെ, തേർഡ് കാർബൺ ആറ്റം ഇവിടെ, 4 5 അല്ലേ. അപ്പോൾ തേർഡ് കാർബൺ ആറ്റത്തിലാണ് ഒരു അറ്റത്ത് OH ഗ്രൂപ്പ് വരുന്നു. ഇവിടെയാണ് ഫിഫ്ത്ത് കാർബൺ ആറ്റം, ഇതാണ് ഫിഫ്ത്ത് കാർബൺ ആറ്റം, ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച്. അതുകൊണ്ട് ഈ എൻഡിനെ 5' എൻഡ് എന്നും ഈ എൻഡിനെ നമ്മൾ 3' എൻഡ് എന്നും പറയും. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ നോക്കി, ഇപ്പുറം വരുമ്പോൾ നമ്മൾ 1 2 3 4 5 എന്നുള്ള കാർബൺ ആറ്റം നമ്മൾ നമ്പർ ഇടുമ്പോൾ ഇവിടെ തേർഡ് എൻഡിലാണ് OH ഗ്രൂപ്പ് ഇവിടെ വരുന്നത് അല്ലേ. ഇതിന് ആൻറ്റി പാരലാണ്. ഇവിടെ 5' ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ 3' ആയിരിക്കും അല്ലേ, ആൻറ്റി പാരലായിട്ട് വരുന്നത്. ഇപ്പുറം നോക്കിക്കേ, 1 2 3 4 ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിലാണ് ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എൻഡിനെ നമ്മൾ 5' എൻഡ് എന്ന് പറയും. അതുകൊണ്ട് ദ പോളിമർ ദസ് ഫോംഡ് ഹാസ് എ ഫ്രീ phosphate moiety at 5 end of the ribose sugar known as 5 end of the polynucleotide chain. ഈ പോളിന്യൂക്ലിയോടൈഡിൻ്റെ ഒരറ്റം ഫ്രീ ആയിട്ടുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു, 5' എൻഡ് എന്ന് പറയുന്നു. ദ അതർ എൻഡ് ഹാസ് എ ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അതിൻ്റെ മറ്റേ അറ്റത്ത് നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കാണാം. ആൻഡ് ദാറ്റ് എൻഡ് ഈസ് നോൺ ആസ് 3 end of the polynucleotide ചെയിൻ എന്ന് പറയും. ഇതാണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. RNA-യും DNA-യും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. RNA-യുടെ DNA-യുടെ നമുക്ക് സ്ട്രക്ചർ അറിയാം, വ്യത്യാസവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. RNA എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും, ഇങ്ങനെ ഒറ്റ സ്ട്രാൻഡ് മാത്രമേ കാണൂ. RNA-ക്കകത്തുള്ള
ബേസുകളാണ് ഈ കാണിച്ചത്. സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, യുറാസിൽ അല്ലേ? അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ RNAയിലുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഷുഗർ മോളിക്യൂൾസിനൊരു പ്രത്യേകതയാണ്. കണ്ടോ, ഇത് DNAയിലുള്ള ഷുഗർ, ഇത് RNAയിലുള്ള ഷുഗർ. നമുക്കറിയാം DNAയിലുള്ളത് ഡിയോക്സി റൈബോസും RNAയിലുള്ള റൈബോസ് ഷുഗേഴ്സാണ്. അപ്പോൾ ഈ റൈബോസ് ഷുഗറും ഇതും തമ്മിൽ ഒരു വ്യത്യാസമുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നത് ഈ ഒരിടത്ത്, അതായത് സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ, അതായത് ഈ ഷുഗറിൻ്റെ 1ാമത്തെ കാർബൺ, 2ാമത്തെ കാർബൺ, 3ാമത്തെ കാർബൺ, 4, 5 അങ്ങനെ കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ കാണിച്ചേക്കാണ്. അതിൽ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഇവിടെ ഉള്ളതിനെക്കാട്ടിലും നോക്കിക്കേ, ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതേസമയം ഡിയോക്സി റൈബോസ് ഷുഗറിൻ്റെ അകത്ത് ഇവിടെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ അവിടെ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ RNA every nucleotide residue has an additional OH group present at the second position in the ribosome. 2ാമത്തെ പൊസിഷനിൽ ഒരു ഫ്രീ OH ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇൻ RNA the uracil is found at the place of thymine. തൈമിനാണ് യുറാസിലിന് പകരം എന്ത് വരുന്നു? തൈമിന്. അതാണ് ഒരു പ്രധാന, ഈ 2 ഡിഫറൻസ് നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ചോണം. അതായത് സെക്കൻഡ് പൊസിഷനിൽ OH ഗ്രൂപ്പ് ഉണ്ടെന്നും തൈമിന് പകരം യുറാസിലാണുള്ളതെന്നും ഓർത്തിരിക്കുക. ഇനി DNAയുടെ സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. DNA സ്ട്രക്ചർ നമുക്കറിയാം ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. അതിൻ്റെ അകത്ത് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് ഉണ്ട്. ആ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് ആർ ബൈൻഡഡ് വിത്ത് ബേസ് പെയറിങ് അല്ലേ? ബേസുകൾ തമ്മിൽ പെയർ ചെയ്താണ് ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ബേസുകളെ നമുക്കറിയാം സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ. ഇത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ DNAയുടെ സ്ട്രക്ചർ DNAയുടെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് ആരാണ് DNA കണ്ടുപിടിച്ചതെന്നും എന്താണ് DNAയുടെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും.